നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രൻ ശ്രുതിയോട് പറഞ്ഞു, മോളെ മോളും കൂടെ കൂടി ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെ ശ്രുതിയും രവീന്ദ്രനോടൊപ്പം ചേരുവാണ്. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്നു. അപ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടല്ല നിൽക്കുന്നത്. ചന്ദ്രമതി പറഞ്ഞു, എടാ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, എങ്ങാനും അവരെങ്ങോട്ടാ പോയെന്നറിയത്തില്ല. ആ സ്വർണ്ണമാന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ ആ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി വല്ല പണയം വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെടെ അകത്താവെന്ന് പറയാം. എൻ്റെ അമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ലേലും അവർക്കിപ്പം അത് പണയം വെക്കേണ്ട കാര്യം എന്താ? അതിന്റെ ആവശ്യമൊന്നും സച്ചിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ, നീ ഇത് പറയുന്നുണ്ട്, നിനക്ക് അതിന്റെ സീരിയസ്നെസ് അറിയത്തില്ലാത്തോണ്ടാ. എൻ്റെ അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച എങ്ങനെയാ ശരിയാവുന്നേ? അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല രവേട്ടാ. അതെ, അമ്മയുടെ പിറന്നാൾ എങ്ങനെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാന്നതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന. ഓ, അമ്മയുടെ പിറന്നാൾ എങ്ങനെ കുളവാക്കുന്നതിനെ കുറിച്ചായിരിക്കും നീ ചിന്തിക്കുന്നത്. നിന്നെ എനിക്ക് അറിയരുതോ ചന്ദ്രേ? അതും പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയപ്പോ ശ്രുതി പറഞ്ഞു, അല്ല ഇതെന്താമ്മേ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എന്താടാ, അച്ഛൻ എന്തോ ഉന്നം വെച്ച് പറഞ്ഞ പോലെ. അതൊക്കെ നിനക്ക് തോന്നാന്ന് പറഞ്ഞു. ഈ സമയം സച്ചിയും രേവതിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, ദൈവത്തെ ഓർത്തൊരു പ്രശ്നവും പോയി ഉണ്ടാക്കരുത്. പിന്നെ എനിക്ക് അവനെ കാണുമ്പോൾ അടിമുടി പെരുത്ത് കയറും. സച്ചേട്ടാ പ്ലീസ്, സച്ചേട്ടൻ എന്തേലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ പിറന്നാൾ കുളമാവും. അച്ഛമ്മയുടെ പിറന്നാളല്ലേ, ആ പിറന്നാൾ വരെയും കൂടി ക്ഷമിക്ക്, കഴിയുന്നോടെ വരെ ക്ഷമിക്ക്. അതിനുശേഷം സച്ചേട്ടൻ എന്ത് വെള്ളം ചെയ്യുവോ പറയുവോ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അതുവരെ സച്ചേട്ടൻ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ദേ രേവതി, എനിക്കാണെങ്കിൽ സകല നിയന്ത്രണം വിട്ടുപോവാ, പ്ലീസ് സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കയ്യിലേക്ക് രേവതി അങ്ങോട്ട് കയറി പിടിച്ചു. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പം രവീന്ദ്രനും ശ്രീകാന്ത് വർഷം എല്ലാവരും കൂടെ കൂടി ഭയങ്കര ഡെക്കറേഷനും പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കണേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയോട് രേവതി പറഞ്ഞു, കണ്ടില്ല സച്ചേട്ടാ, എല്ലാവരും എത്ര സന്തോഷത്തിലാന്ന്. സച്ചേട്ടൻ ഇപ്പം എന്തേലും അവനോട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ഈ സന്തോഷം ഇവിടെ കെട്ടടങ്ങും. അങ്ങനെ വന്ന് സച്ചിൻ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, ആഹാ നീ ഇതെപ്പോൾ വന്നു നീ ചോദിച്ചു. അല്ല അച്ഛനത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? അച്ഛനോട് ഇങ്ങ് മാറിക്കും ഇങ്ങോട്ടേക്ക്. ഞാൻ അതോടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തോളാം. നിങ്ങൾ പുറത്ത് പോയിരിക്കുമായിരുന്നല്ലോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തെന്ന് പറയണം. അപ്പോഴേക്കും ശ്രുതി ഭാഗത്തും പതുങ്ങി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി അടിമുടി സച്ചിനെ നോക്കി. സച്ചി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ്. ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളിത് എവിടെ പോയതായിരുന്നു? സച്ചി മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ നോക്കുക. രേവതിക്ക് ടെൻഷനായി. എന്തെങ്കിലും പറയുവോ? സച്ചിയുടെ സ്വഭാവം വെച്ചിപ്പം പ്രതികരിക്കണ്ട, എടുത്തടിച്ച് മറുപടി പറയണ്ട. രവീന്ദ്രൻ പറഞ്ഞു, അവരെവിടെ പോയാലും നിനക്കെന്താടാ? അമ്മയുടെ പിറന്നാളല്ലേ, ഗിഫ്റ്റ് വല്ലതും വാങ്ങാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ശ്രുതി നോക്കി കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് ഒന്നും കാണുന്നില്ല. ഗിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും വർഷം വന്നിട്ട് പറഞ്ഞു, അപ്പൊ ഗിഫ്റ്റ് എന്നിട്ട് എവിടെയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുമായിരിക്കില്ലേ? ഞങ്ങൾ കണ്ടില്ല, എവിടെ ഗിഫ്റ്റ്? രേവതി പറഞ്ഞു, അതെ ഗിഫ്റ്റ് വാങ്ങിയില്ല, വെറുതെ കള്ളത്തരം പറയണ്ട. രവീന്ദ്രൻ പറഞ്ഞു, ചിലപ്പോൾ ഗിഫ്റ്റ് കണ്ടുകഴിയുമ്പോൾ നമ്മൾ ചോദിക്കൂല എന്താ വാങ്ങിയെന്നൊക്കെ, അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുമായിരിക്കും കള്ളനും കള്ളയും കൂടെ, സമയാമം എടുത്ത് കൊടുക്കാനായിട്ടായിരിക്കും. രേവതി പറഞ്ഞു, വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് അവരൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും സുധിയെ ഇങ്ങനെ സച്ചി രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. സുധിക്ക് കാര്യം പന്തിയെല്ലാം തോന്നി. സുധി പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ശ്രുതി പറഞ്ഞു, അല്ല സുധി ഇന്ന് എങ്ങോട്ടാ പോന്നേ? അവിടെ നിൽക്കുക, ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണ്ടേ? ഞങ്ങളുടെ കൂടെ കൂടാൻ പറയണം. അതെ, എനിക്ക് കുറച്ച് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, ഞാൻ കയറി പോയേക്കോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുക. ഈ സമയത്ത് സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു, നീ നോക്കി നിൽക്കുകയാണോ, എന്തെങ്കിലും ചെയ്യടാന്ന് പറഞ്ഞു. സച്ചി പെട്ടെന്നൊരു ബലൂൺ എടുത്തങ്ങോട്ട് വീർപ്പിച്ചു. സുധിയെ നോക്കിക്കൊണ്ട് വീർപ്പിച്ചിട്ട് ആ ബലൂണ് വീർത്ത് പൊട്ടാറായതൊന്നും സച്ചി അറിഞ്ഞില്ല. ഒന്നുകൂടി അങ്ങോട്ട് വീർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബലൂൺ ഒറ്റ പൊട്ട്. സുധി ഞെട്ടിപ്പോയി. സുധിയെ നോക്കിക്കൊണ്ടാ സച്ചി ഇത് ചെയ്തേ. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താടാ, നീ ഇതെന്താ നോക്കാതെയാണോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നേ? അത് ഇത്ര വീർപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എൻ്റെ അച്ഛ, ബലൂൺ ആയാലും മനുഷ്യനാണെങ്കിലും ഒരു പരിധി വരെ പ്രഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ടൂന്ന് പറയണ. എന്താടാ, എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ബലൂൺ വീർപ്പിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടായി രേവതിക്ക്. ദൈവമേ, സച്ചേട്ടൻ ഇത് കുളവാക്കുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയം സുധി മുറിയിലേക്ക് വന്നിട്ട് ആകെപ്പാ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താ ചെയ്യണ്ടേ? ദൈവമേ, തന്റെ കള്ളത്തരം അവന് മനസ്സിലായി കാണുമോ? അതുകൊണ്ടാണ് അവൻ തന്നെ ഇങ്ങനെ നോക്കിയത്. ഒരു വല്ലാത്ത നോട്ടാ നോക്കിയത്. എന്തൊക്കെയോ അവൻ അറിയാന്നാ തോന്നേ. ഇതിങ്ങനെ പോയിട്ടുണ്ടേ ശരിയാകത്തില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ സുധി അങ്ങോട്ട് കയറി വന്നു. സുധി പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ സുധി വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ സുധി, ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. ഒന്നുമില്ല. അല്ല നിന്റെ മുഖമൊക്കെ എന്താ വെളറി വെളുത്തിരിക്കുന്നേ? ഒന്നുമില്ല. അല്ല സച്ചിൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ശ്രുതി, എന്ത് പറയാനായിട്ട്? അല്ല എന്തെങ്കിലും പറഞ്ഞോന്നോ? അല്ല നീ എന്തോ ഭയക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, എന്താ
എന്തേലും പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എന്ത് പണി? ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചെന്നുള്ളൂ. ആ ഇപ്പഴും ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ. ആ ടവലും എടുത്തോണ്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന പുറത്തേക്കാ. അപ്പോഴേക്കും ശ്രുതി വിളിച്ചു. ശ്രുതി ഇത് എങ്ങോട്ടാ പോണേ? ബാത്റൂമിലേക്ക്. ബാത്റൂം അകത്താ, പുറത്തല്ല. ഓ ഞാനതങ്ങോട്ട് മറന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. ഇവനിത് എന്ത് പറ്റി? അപ്പോഴേക്ക് ശ്രുതിയുടെ ഫോൺ ബെല്ലടിച്ചു. അമ്മയാണല്ലോ വിളിക്കുന്നേ എന്നോർത്ത് കോളെടുത്തു. ഹലോ അമ്മയെന്ന് പറഞ്ഞു. അമ്മയല്ല, ഞാനാ, ആദ്യ. ആഹാ, മോനായിരുന്നോ? അല്ല, എന്താടാ മോനെ? അത് പിന്നെ അമ്മ, ഈ തവണത്തെ മാത്സ് ടെസ്റ്റിന് എനിക്കാണ് ഫുള്ള് മാർക്ക്. ആഹാ, കൊള്ളാലോ, മിടുക്കനാണല്ലോ. അമ്മേ, എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നുണ്ട്. അമ്മ വരുവോ? അത് പിന്നെ ഇപ്പൊ അമ്മ കുറച്ച് തിരക്കില്ല. അമ്മ പിന്നെ വരാം. വരണോ കേട്ടോ, വരാതിരിക്കരുത്. ഞാൻ വരാടാ മോനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാണ്. ഈ സമയത്ത് ബാത്റൂമിന്റെ കതവ് തുറക്കുന്ന ശബ്ദം കേട്ടെ. അതേ മുത്തേ, ഞാൻ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും സുധി വന്നിട്ട് ചോദിച്ചു, അല്ല ആരായിരുന്നു ഫോണിനകത്ത്? അത് എൻ്റെ ഒരു കസ്റ്റമറാ, എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറയണോ? ഓ, മുത്തെന്നൊക്കെ പറയുന്ന കേട്ടും. അത് അവളുടെ പേര് മുത്തുമണി എന്നാ. ഓ അങ്ങനെയാണല്ലേ. പെട്ടെന്ന് വായി വന്ന ആ കള്ളത്തരം കൂടെ പറഞ്ഞാണ് ശ്രുതി. പിന്നെ അത് വിശ്വസിക്കാൻ ചെയ്തു. പൊട്ടനാണല്ലോ. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അതെ അച്ഛമ്മയുടെ പിറന്നാളല്ലേ, അപ്പൊ പിറന്നാളിന് നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? എന്ത് സമ്മാനം? ഒരു മോതിരം വാങ്ങിക്കൊടുത്താലോ? നല്ല ബെസ്റ്റ്. മോതിരത്തിനൊക്കെ എത്ര രൂപയാവും ഓർത്തണ്ട ശ്രുതി നീ ഇരിക്കുന്നേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെ അച്ഛമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ആ സച്ചിയോടാ. അപ്പൊ സച്ചി എന്തേലും കനത്തി വാങ്ങിച്ചു കൊടുത്തോളും. നമ്മളൊരു സാരി മേടിച്ചു കൊടുത്താൽ മതി. സാരിയോ? ഒരു 500 രൂപയുടെ സാരി മേടിച്ചു കൊടുത്താൽ മതിയെന്നേ. എന്നാലും സുധി നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? എനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നില്ല എന്ന് സുധി പറഞ്ഞു. അതേ സമയത്ത് ശ്രീകാന്ത് മുറിയിലേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കാര്യമായിട്ടിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. വർഷയോട് ഇച്ചിരി എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? അതെ അച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഫോൺ സെലക്ട് ചെയ്യോ? ഫോണോ? എടി ഞാൻ അച്ചമ്മയ്ക്ക് ഇങ്ങനെ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയാവോ? എൻ്റെ പൊന്ന് ശ്രീകാന്തെ, നമ്മളതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ നാളെ മുതൽ അച്ചമ്മ റീലൊക്കെ എടുത്ത് ഇടാൻ തുടങ്ങും. കണ്ടോ, അച്ചമ്മേനെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ പോലീസ് സ്റ്റേഷൻ നടത്തിയോ? ഓ അത് ശരിയാണല്ലോ. അല്ല എന്താ ശ്രീകാന്ത് കൊടുക്കാനായിട്ട് പോന്നേ? ഞാൻ എന്ത് കൊടുക്കണോന്ന് തീരുമാനിച്ചിട്ടില്ല. അല്ല അപ്പൊ ഒന്നും കൊടുക്കുന്നില്ല. കൊടുക്കണം. അന്നൊരു കാര്യം ചെയ്യാം, ഞാനൊരു കേക്കും ഉണ്ടാക്കി കൊടുത്താലോ? അല്ല അച്ചമ്മയ്ക്കാന് ഷുഗർ അല്ലേ? ഷുഗർ ഫ്രീ കേക്ക് എങ്ങനെയുണ്ട്? അത് കൊള്ളാം. കേക്കിന് പേരിട്ടോ? ഷുഗർ ഫ്രീ കേക്ക് ആകുമ്പോ സ്പെഷ്യൽ കേക്ക് ആയിരിക്കുമല്ലോ. ഇപ്പൊ എന്താ പേര്? ഗ്രാൻഡ്മ കേക്ക് എന്ന് വല്ലതാണോ? ആ കൊള്ളാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി, ഗ്രാൻഡ്മ കേക്ക്. അത് കേട്ടതും വർഷ പറഞ്ഞു, പേരിട്ട ഞാനാ, എനിക്ക് സമ്മാനമില്ലേ? സമ്മാനമുണ്ട്, ഇപ്പൊ തന്നെ തരാന്നും പറഞ്ഞോണ്ട് അവളുടെ കവിളുത്ത്, വർഷയുടെ കവിളുത്ത് ഒരു ഉമ്മയും കൂടെ കൊടുക്കുകയാണ്. വർഷ പറഞ്ഞു, ഈ ശ്രീകാന്തിന്റെ ഒരു കാര്യം എന്നൊക്കെ പറയണേ. ഈ സമയം രേവതി ലക്ഷ്മിയമ്മയെ വിളിക്കുകയാണ്. ലക്ഷ്മിയെ വിളിച്ച് കോളെടുത്ത് കഴിഞ്ഞപ്പോ ലക്ഷ്മിയമ്മോട് പറഞ്ഞു, അതെ അമ്മേ, അച്ഛമ്മയുടെ പിറന്നാളാ. രവിയേണ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇത്ര പെട്ടെന്ന് വെളിയും പറിച്ചിട്ടോ കഴിഞ്ഞോ? ആ അതെ അമ്മ വരണോന്ന് പറയണ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അല്ല സച്ചി അവിടെ ഇല്ലേ? സച്ചിയുടെ ഡെക്കറേഷനും പരിപാടിയായിട്ട് നടക്കുക. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്നിട്ട് ചാര അമ്മയെന്ന് പറയണേ, ഇങ്ങ് തരാൻ പറയണേ. അങ്ങനെ സച്ചി മേടിച്ചിട്ട് പറഞ്ഞു, അമ്മേ വന്ന് വിളിക്കാൻ സമയം കിട്ടില്ല. അമ്മ പരിഭവം ഒന്നും പറയരുത്. അമ്മയും ദൈവമൊക്കെ മറക്കാതെ വരണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മോനെ? നമ്മുടെ കുടുംബത്തിലൊരു കാര്യമല്ലേ, ഉറപ്പായിട്ട് ഞാൻ വരും. പിന്നീട് രേവതിക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ രേവതിയോട് പറഞ്ഞു, മോളെ എന്താ വാങ്ങിച്ചുകൊണ്ട് വരുന്നേ? എന്തേലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അതൊന്നും വേണ്ടമ്മേ. അപ്പോഴേക്ക് സച്ചി വീണ്ടും മേടിച്ചിട്ട് പറഞ്ഞു, ദേ അമ്മേ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി എന്ന് പറയണം. അതിന് സമ്മാനം കൊടുക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി മേടിച്ചിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, പക്ഷെ മോളെ അങ്ങനെ വരാൻ പറ്റുമോ? എന്തേലും സമ്മാനം കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് മതി. നിന്റെ അമ്മായിമ്മയുടെ മുഖമൊക്കെ ഇറക്കും. അമ്മായിമ്മേനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. അന്നാ അമ്മ ഇഷ്ടമുള്ള എന്തായാലും മേടിക്കുക എന്ന് പറഞ്ഞ് രേവതി കോള് കട്ട് ചെയ്തു. ഈ സമയത്ത് സച്ചു നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഇഷ്ടമുള്ള പോലെ വാങ്ങിച്ചോണ്ട് വരാനായിട്ട്. പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണം? രേവതി എല്ലാരും സമ്മാനം കൊടുക്കും, നമ്മൾ എന്ത് കൊടുക്കും? നമുക്ക് എന്തേലും കൊടുക്കാം. അല്ല എന്ത് കൊടുക്കാനാ? അതിന് പൈസ ഇല്ലല്ലോ, ഉള്ളത് അവൻ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേ ആ സുധി. ഇതേ സച്ചേട്ടാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചാൽ മതി. ഒരു സാധനം എന്തേലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങോട്ട് മറന്നുപോകും. പക്ഷേങ്കിൽ അങ്ങനെയല്ല, മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തേലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ കാലത്തും ഓർമ്മയും നിലനിൽക്കും. അങ്ങനെ എന്തേലും ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തു കൊടുക്കാൻ അതെന്താ, സച്ചേട്ടൻ ആലോചിക്കുക എന്ന് പറഞ്ഞു. രേവതി പിന്നീട് അടുക്കള ജോലികളൊക്കെ തുടർന്നു. അങ്ങനെ പിന്നീട് അച്ഛമ്മ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരുവാണ്. വരണ സമയത്ത് സച്ചിയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അച്ഛമ്മയും കയറ്റിക്കൊണ്ട് വരണ സമയത്ത് അച്ഛൻ പറഞ്ഞടാ, കാറിൽ കയറിയപ്പോ മുതലേ ശ്രദ്ധിക്കുക, നിന്റെ മുഖം എന്താടാ വീർത്തിരിക്കുന്നേ? ഇതെന്ത് പറ്റി നിനക്ക്?
ഒന്നുമില്ല അച്ഛമ്മേ, ഞാൻ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനൊന്നുമില്ല അച്ഛമ്മേ, അങ്ങനൊന്നും പറയല്ല. പിന്നെന്താ നിനക്ക് പ്രശ്നം? അതെന്നലെ ഉറക്ക വിളിച്ചെന്റെ രാത്രി ഓട്ടം ഉണ്ടായിരുന്നു. അതന്നെയാണോ സച്ചി? നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ലോ. വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ. ഒരു നിമിഷം സച്ചി ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. ഇപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് ഞാൻ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.